പ്രശസ്തമായ അമർനാഥ് ക്ഷേത്രത്തിലേക്ക് പഹൽഗാവിൽ നിന്നുള്ള ഒരു യാത്രാ സംഘങ്ങൾ വരുന്ന വഴിയാണിത്. പഹൽഗാവ് വഴി വരുമ്പോൾ ഇതിലെ ഈ മല കടന്നാണ് വരുന്നത്. കണ്ടോ, നമുക്കിതിനകത്ത് കാണാവുന്നതാണ്. ആ മല കാണുന്ന ആൾക്കാർ അതിൽ ആ മലയൊക്കെ കടന്നാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഐസ് വീണ് കിടക്കുന്ന കണ്ടോ, എത്ര ഭംഗിയാണ് ഇവിടുത്തെ. ഇതാണ് കാശ്മീരിലെ പ്രശസ്തമായിട്ടുള്ള ഇത് പഹൽഗാവ് റൂട്ടിലുള്ള, അതായത് നമ്മുടെ അമർനാഥ് ക്ഷേത്രത്തിലേക്കുള്ള യാത്ര പോകുന്ന വഴിയാണ്. എത്ര വലിയ വലിയ മലകളാണ്, എത്ര ഭംഗിയാണ് ഇവിടുത്തെ കാണാൻ കഴിയുന്നത്. ചെറിയ ചെറിയ അരുവികൾ, അവിടെ നിന്ന് മുകളിൽ നിന്നാണ് ആ ഐസ് ഉരുകിയാണ് താഴോട്ട് വരുമ്പോൾ വരുന്ന ആ നദികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ചെന്ന് ചേരുന്നത് വലിയ നദികളിലോട്ടായിരിക്കും. ഇതാണ് അമർനാഥ് തീർത്ഥാടന യാത്രയ്ക്കുള്ള ആൾക്കാർ വരുന്ന വഴി. പഹൽഗാവ് വഴി വരുമ്പോൾ ചന്ദൻവാടി, ശേഷ്നാഥ് ആ വഴിയാണ് വരുന്നത്. ഇവിടെയാണ് അവർക്ക് താമസിക്കാനുള്ള ടെൻറ്റുകളൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ബേസ് ക്യാമ്പുണ്ട്, എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിസിൻ ഉൾപ്പെടെയുള്ള ഉണ്ടോ. ഈ കാണുന്ന മല, ഇതിനും അപ്പുറമാണ് അമർനാഥ് ഗുഹ. ഈ മല കടന്നു പോകണം. ഈ വലിയൊരു മലയാണ്. ഈ മല താണ്ടി അപ്പുറത്ത് ആ വഴിയാണിത്. ഈ വഴിയാണ് പോകുന്ന ആൾക്കാർ. ഈ മല താണ്ടി അപ്പുറത്ത് ചെന്ന് ഇവിടുന്ന് 6 കിലോമീറ്റർ വീണ്ടും മുകളിലോട്ട് സഞ്ചരിച്ചാൽ അമർനാഥ് ഗുഹയിൽ ചെല്ലാൻ പറ്റും. അത്രയും കഠിനമായ യാത്രയാണ്, വളരെ കഠിനമാണ്. പഹൽഗാവിൽ നിന്ന് ഏതാണ്ട് 30 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഈ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, തീർത്ഥാടകർ. ഭോലെ ശങ്കർ, ജയ് ഭോലെ ശങ്കർ.